ഞാനിതെൻ്റെ ഒരു പരീക്ഷണം മാത്രമാണ്. ഞാനിത് ആദ്യമായിട്ട് ചെയ്ത് നോക്കണ കാരണം ഇതിൻ്റെ സക്സസ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി മാത്രം. ഇതിപ്പോൾ ഞാൻ വലിയ വൃത്തിയായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഹായ് ആൻഡ് ഹലോ എവരിബഡി, ടിപ്സ് ഫോർ ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു പെട്രോൾ ബൈക്ക് നമ്മൾ ഇലക്ട്രിക്കിലേക്ക് കൺവെർട്ട് ചെയ്യുന്ന രീതിയെ പറ്റിയാണ്. നമുക്ക് ഒന്ന് ചെയ്തു നോക്കാം. അതിന് വേണ്ടി ഞാനൊരു ബൈക്ക് മേടിച്ചിട്ടുണ്ട്. ആ ബൈക്കൊന്ന് ആദ്യം കാണാം. അത് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ എന്തൊക്കെയാണ് ഞാൻ അത് ചെയ്യാൻ പോകുന്നതെന്ന് കാണാം. ഞാൻ മേടിച്ചേക്കണ ബൈക്ക് ഇതാണ്. ഇവിടെ അടുത്തുള്ള ഒരു ആക്രിക്കടയിൽ നിന്ന് ഞാൻ മേടിച്ചതാണ്. അപ്പോൾ അവർ ഇതിൻ്റെ എല്ലാം അഴിച്ച് പറിച്ചൊക്കെ ഇട്ടേക്കുമായിരുന്നു. TVXൻ്റെ വിക്ടർ ബൈക്കാണ്. ആകെ പരിതാപകരമായിട്ടാണ് അതിൻ്റെ അവസ്ഥ. അതിൻ്റെ ബാക്ക് വീലൊക്കെ അവർ അഴിച്ച് കളഞ്ഞേക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനൊരു കണക്കിന് തപ്പിപ്പിടിച്ച് എടുത്തുകൊണ്ട് വരുവായി. അത് എൻ്റെ കുറേ സാധനങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. കുറേ നെറ്റും ബോൾസൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. വീല് കുറേ ഇട്ടേക്കണം. അത് നമുക്കൊന്ന് പിടിപ്പിക്കണം. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ കൊണ്ടുവന്ന് ഒരു ഓട്ടോറിക്ഷയെ കയറ്റി കൊണ്ടുവന്ന് ഞാനിവിടെ ഇറക്കുവാണ്. നമുക്ക് ഇവിടുന്ന് കാർ ഷെഡിലേക്ക് ഒന്ന് കയറ്റി വയ്ക്കണം. കാർ ഷെഡിലേക്ക് കയറ്റി വെച്ച് ഈ വീലൊക്കെ ഒന്ന് പിടിപ്പിച്ച് നോക്കാം. ഈ ഭാഗങ്ങളൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ടാട്ടോ നമ്മളിങ്ങനെ പൊട്ടിച്ച് മാറ്റും. ഇത് കാർബേറ്ററാണ്.
I need to know if you'll give me a second chance. They don't come around often, but please, you know I can't stand it when you don't talk to me. When you don't talk to me. Yeah. There's something inside. Yeah, there's something inside that brings me back to you. Yeah. No, I can't hide it. No, I can't hide it anymore. I don't know why, but I can't seem to get you off my mind. And I know it's true, and I'll say this to you. I want you back. There's something inside, yeah, there's something inside that brings me back to you, yeah. No, I can't hide it. No, I can't hide it anymore. Something inside. Something inside. അപ്പോൾ ഏകദേശം നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞു. ഞാൻ ബാറ്ററിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ബാറ്ററി ഇപ്പോൾ ഒന്ന് ടാഗ് ചെയ്ത് കെട്ടിയിട്ടേ ഉള്ളൂ. നമുക്കപ്പോൾ ഇത് ടെസ്റ്റ് ഓടിച്ച് നോക്കാം. ഓക്കെ, ഈ കണക്ഷൻസ് ഒന്നും ഞാൻ ക്ലാമ്പ് ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് വയറിട്ട് കൊടുത്തിട്ടേ ഉള്ളൂ. നമ്മളിപ്പോൾ ചെയ്തേക്കണത് മോട്ടറിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ചെയിൻ ഡ്രൈവായിട്ടാണ് ചെയ്തേക്കണത്. ഇതിൻ്റെ കൺട്രോളറൊക്കെ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടേ ഉള്ളൂ. ജസ്റ്റ് ഞാനൊരു പൈപ്പ് ഫ്രെയിമിലേക്ക് വെൽഡ് ചെയ്തിട്ട്, ആ ചാർജിങ് സോക്കറ്റ് അവിടെ പുറത്തിട്ടേക്കുന്നു, ഒരു പൈപ്പ് ഫ്രെയിമിലേക്ക് വെൽഡ് ചെയ്തിട്ട്, ഞാനിതെൻ്റെ ഒരു പരീക്ഷണം മാത്രമാണ്. ഞാനിത് ആദ്യമായിട്ട് ചെയ്ത് നോക്കണ കാരണം ഇതിൻ്റെ സക്സസ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി മാത്രം. ബാറ്ററിയൊക്കെ സെക്കൻഡ് ഹാൻഡ് മേടിച്ചതാണ്. ഇപ്പോൾ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഓൺ ചെയ്യാം. സംഭവം ഓണായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. എന്താവുമെന്ന് അറിഞ്ഞുകൂടാ, എന്നാലും ശ്രമിക്കാൻ പോവാണ്. ഇപ്പോൾ ഒരു പ്രശ്നം ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ, ഞാൻ ബാക്ക് ബ്രേക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ഫ്രണ്ട് ബ്രേക്ക് കൊടുത്തിട്ടില്ല. എന്താ, കാലയിലുള്ള ബ്രേക്ക് മാത്രമേ ഉള്ളൂ. കൊള്ളാം, ഒരു നല്ല പവർ ഉണ്ടല്ലോ. യെസ്, ഇത് ഈ വഴി ഒരു ഇച്ചിരി കയറ്റമുള്ളൊരു വഴിയാണ്. കയറ്റം കയറുമെന്നും കൂടെ നോക്കാം. ഓക്കെ, കയറ്റം കയറുന്നുണ്ട്. ഈ വീട്ടിലേക്കുള്ള കയറ്റവും കൂടെ കയറുമെന്ന് നോക്കാം. ഓക്കെ, ഇത് നമ്മുടെ സുഹൃത്തിൻ്റെ വീടാണ്. അപ്പോൾ അവന് ഇവിടെ ഉണ്ടെങ്കിൽ ഇവനെ കൊണ്ട് ഷൂട്ട് ചെയ്യിപ്പിച്ച് ഞാനൊന്ന് വണ്ടി ഓടിച്ച് കാണിച്ചു തരാം. ബേസിലേ,
ഓക്കെ, അപ്പോൾ ഞാനൊരു ആക്രി ബൈക്ക്, അതായത് ആക്രി കടയിൽ നിന്ന് ഒരു ബൈക്ക് എടുത്താണ്. അതിൻ്റെ അകത്ത് മോട്ടർ കയറ്റി ബാറ്ററിയും കയറ്റി ഒന്ന് ഓടിച്ച് നോക്കി അതിൻ്റെ പവറും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി. എന്താണേലും നല്ല പെർഫോമൻസ് ഉണ്ട്. നമ്മൾ ഇലക്ട്രിക്കിലേക്ക് മാറുമ്പോൾ എല്ലാവരുടെയും തന്നെ ഒരു സംശയം വണ്ടിക്ക് പവർ ഉണ്ടാവുമോ എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഉദാഹരണവും കൂടെ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇവിടെ നല്ലൊരു ഇറക്കമുള്ള ഒരു സ്ഥലമുണ്ട്. ആ ഇറക്കത്തിൽ നിന്ന് കയറി വരുന്നതും കൂടെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഒരു പഴയ ബൈക്ക് മേടിച്ച് ഞാൻ മോട്ടർ കയറ്റി വർക്ക് ചെയ്യിപ്പിച്ചെടുത്താണ്. ഇതേപോലെയുള്ള വീഡിയോസ് ഇനിയും ഞാൻ ചെയ്യുന്നതാണ്. ഇതേപോലെ പെട്രോൾ ബൈക്ക്, സ്കൂട്ടറുകൾ എല്ലാം ഇലക്ട്രിക്കിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇച്ചിരിയും കൂടെ ഭംഗിയുള്ള വണ്ടികളിൽ എങ്ങനെ ഇലക്ട്രിക്കായിട്ട് കൺവേർട്ട് ചെയ്യാം എന്നുള്ളതിൻ്റെ വീഡിയോ ഇനിയും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴത്ത് കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. എനിക്കറിയാവുന്ന മറുപടികളൊക്കെ പറഞ്ഞു തരാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങളുടെ ടോണിക്കുട്ടൻ സൈനിങ് ഔട്ട്. ഇന്നല്ലെങ്കിൽ നാളെ വരും, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ വരും. നിങ്ങളുടെ ടോണിക്കുട്ടൻ. ബൈ.